എൻ്റെ മോൻ 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് അവൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റിൽ ഒരു ചെറിയ തെറ്റുണ്ടായിരുന്നു. അന്നാണ് അത് ശ്രദ്ധിക്കുന്നത്. പഞ്ചായത്തിലേക്ക് പോയി. അപ്പോൾ ക്ലർക്കിനോട് കാര്യം പറഞ്ഞു. ക്ലർക്ക് പറഞ്ഞു സെക്രട്ടറിയുടെ പെർമിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ അത് കറക്റ്റ് ചെയ്ത് തരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ സെക്രട്ടറിയുടെ റൂമിലേക്ക് പോയി. ഹാഫ് ഡോറിന് പുറത്ത് ഞാൻ ഒത്തിരി നേരം കാത്തിരുന്നു. ഞാൻ നോക്കിയപ്പോൾ അദ്ദേഹം അതിൻ്റെ ഉള്ളിലിരുന്ന് എന്തൊക്കെയോ എഴുതുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറേ നേരം വെയിറ്റ് ചെയ്ത് എന്നെ വിളിക്കുമെന്ന് ഓർത്തിട്ട് അദ്ദേഹം എന്നെ വിളിച്ചില്ല. വീണ്ടും ഞാൻ പുറത്ത് നിൽക്കുന്നുണ്ട് എന്നറിയിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് മുരടനക്കൊക്കെ ചെയ്തു. അപ്പോഴും അദ്ദേഹം ഒന്ന് നോക്കി, ആളുണ്ടെന്നൊക്കെ മനസ്സിലായി. പക്ഷെ അദ്ദേഹം വിളിച്ചില്ല. ആ ക്യാബിനിൽ വേറെ ആരും ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ഓരോ ഫയലൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നു, അദ്ദേഹത്തിൻ്റെ ജോലി ചെയ്യുന്നു. ലാസ്റ്റ് ഞാൻ മേ കമിൻ സർ എന്ന് പറഞ്ഞു. അദ്ദേഹം മൈൻഡ് ചെയ്തില്ല. അതിൻ്റെ ശബ്ദം ഞാൻ കൂട്ടിക്കൊണ്ടേയിരുന്നു. മേ കമിൻ സർ, മേ കമിൻ സർ, മേ കമിൻ സർ. അത്രയ്ക്ക് ശബ്ദത്തിൽ പറഞ്ഞിട്ട് പോലും അദ്ദേഹം എന്നെ ഉള്ളിലേക്ക് വിളിച്ചില്ല. ഏകദേശം ഒരു അരമണിക്കൂറോളം ഞാൻ ക്യാബിന് പുറത്ത് നിന്നു. പിന്നെ ഞാൻ ഹാഫ് ഡോർ തുറന്ന് അകത്തേക്ക് കയറിയിട്ട് പറഞ്ഞു ഐ ആം കമ്മിങ് സർ എന്ന് പറഞ്ഞു. അദ്ദേഹം മൈൻഡ് ചെയ്തില്ല. ആ ടേബിളിൻ്റെ അടുത്ത് പോയി നിന്നിട്ട് ഞാൻ പറഞ്ഞു, സാർ, ഞാൻ ജോഷി, ഒരു അധ്യാപകനാണ്. അത്രയും നേരം മിണ്ടാതിരുന്ന ആ സെക്രട്ടറി എന്നോട് പറയുക ഞാൻ ചോദിച്ചില്ലല്ലോ എന്ന്. അപ്പം ഞാൻ പറഞ്ഞു, സാർ പൊട്ടനല്ലല്ലോ, ഞാൻ പറയുന്നത് കേൾക്കാമല്ലോ. അരമണിക്കൂറിലധികം നേരമായി ഞാൻ പുറത്ത് കാത്തു നിൽക്കുന്നു. എന്നിട്ടും സാർ എന്നോട് അകത്തേക്ക് വരാനോ എൻ്റെ കാര്യം എന്തെന്ന് ചോദിക്കാനോ മനസ്സ് കാണിച്ചില്ല. എന്നെങ്കിലും ഒരിക്കൽ റിട്ടയർമെൻറ്റിന് ശേഷം ഈ അധികാരത്തിൻ്റെ കുങ്കൊക്കെ ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ നമ്മൾ എവിടെയെങ്കിലും വെച്ച് ഫേസ് ടു ഫേസ് കാണും. അന്ന് നമുക്ക് സംസാരിക്കാം, മാന്യതയുടെ ഭാഷയിൽ എന്ന് അദ്ദേഹത്തോട് പറഞ്ഞു. പിന്നെ അതൊരു വാഗ്വാദത്തിലേക്ക് പോയി. എനിക്ക് ആ ബർത്ത് സർട്ടിഫിക്കറ്റിലെ മിസ്റ്റേക്ക് കറക്റ്റ് ചെയ്ത് തന്നിരുന്നു. എന്നുവെച്ചാൽ എല്ലാ സർക്കാർ ഉദ്യോഗസ്ഥന്മാരും ഇങ്ങനെയാണെന്നല്ല ഞാൻ പറയുന്നത്. എവിടെയാണേലും, ഏത് സർവീസാണേലും, ഗവൺമെൻറ്റോ പ്രൈവറ്റോ ആയിക്കോട്ടെ, നമ്മുടെ മുന്നിൽ ഒരാൾ ഒരാവശ്യത്തിന് വരുമ്പോൾ ജെന്യുവിനാണെങ്കിൽ അത് സാധിച്ചു കൊടുക്കുക, മാന്യമായി പെരുമാറുക, ബി ഹാപ്പി.